സംസ്ഥാന മുഖ്യമന്ത്രിയായി വി.ഡി. സതീശന്റെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും സത്യപ്രതിജ്ഞ. സതീശനൊപ്പം ഘടകകക്ഷികളിലെ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുക്കും. മറ്റു മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ പിന്നീടായിരിക്കും. സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി MP, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ എന്നിവരെത്തും. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പാർട്ടിയുടെ ദേശീയ നേതാക്കളും ചടങ്ങിന് സാക്ഷികളാകും. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയയെയും സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ക്ഷണിക്കും. കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് ഇന്ന് ഉച്ചയോടെ ഡൽഹിയിൽ വാർത്താ സമ്മേളനം നടത്തി വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്. എന്നാൽ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഉൾപ്പെടെ എതിർചേരിയിലുള്ള നേതാക്കൾ കടുത്ത അതൃപ്തിയിലാണെന്നാണ് വിവരം. അതൃപ്തി പരസ്യമായി പ്രകടമാക്കാതെ രമേശ് ചെന്നിത്തല ഇന്നലെ തന്നെ ഗുരുവായൂരിലേക്ക് പോയിരുന്നു. എന്നാൽ KC വേണുഗോപാൽ ഡൽഹിയിൽ തന്നെ തുടരുന്നത് കൂടുതൽ ആശങ്കകൾക്ക് വഴിയൊരുക്കിയതിന് പിന്നാലെ KC വേണുഗോപാലിനെ സമാധാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ ഫോർമുല രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ മുന്നോട്ട് വെച്ചതായാണ് സൂചന. മല്ലികാർജുൻ ഖർഗെയുടെ കാലാവധി കഴിയുന്ന സാഹചര്യത്തിൽ KC വേണുഗോപാൽ കോൺഗ്രസ് അധ്യക്ഷനാകുമെന്ന ഫോർമുലയാണ് AICC നേതാക്കൾ മുന്നോട്ട് വെച്ചതെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. അതിനിടെ തിങ്കളാഴ്ച നടക്കുന്ന സത്യപ്രതിജ്ഞയിൽ മുഖ്യമന്ത്രിക്കൊപ്പം എല്ലാ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുമോ എന്നത് വ്യക്തമല്ല. 21 അംഗ മന്ത്രിസഭയിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രി അടക്കം 11 മന്ത്രിമാരും സ്പീക്കറുമാകും ഉണ്ടാവുക. മുതിർന്ന നേതാക്കളുമായി ആലോചിച്ച് പാർട്ടിയാണ് മന്ത്രിമാരെ തീരുമാനിക്കുകയെന്നാണ് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞത്. അതേസമയം മുഖ്യമന്ത്രി മത്സരത്തിൽ നിന്ന് അവസാന നിമിഷം പിന്തള്ളപ്പെട്ട സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉപാധിയായി തന്റെ അനുയായികൾക്ക് മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. മുഖ്യമന്ത്രി മത്സരത്തിലുണ്ടായിരുന്ന രമേശ് ചെന്നിത്തല മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുമോ എന്നതിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. നിയമസഭാ കക്ഷി യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കാതിരുന്നത് അതൃപ്തി പ്രകടനത്തിന്റെ ഭാഗമാണെന്നും റിപ്പോർട്ടുകളുണ്ട്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, മുതിർന്ന നേതാക്കളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, K മുരളീധരൻ എന്നിവർ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. N ശക്തൻ, PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, M ലിജു, ചാണ്ടി ഉമ്മൻ, VT ബൽറാം, AP അനിൽകുമാർ, T സിദ്ദിഖ്, K ജയന്ത് എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത്. ഇതിലൊരാൾ സ്പീക്കറാകും. ലീഗിൽ നിന്ന് PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, N ഷംസുദ്ദീൻ, മഞ്ഞളാംകുഴി അലി, KM ഷാജി, പാറയ്ക്കൽ അബ്ദുള്ള, VE അബ്ദുൽ ഗഫൂർ, AKM അഷ്റഫ്, ആബിദ് ഹുസൈൻ തങ്ങൾ തുടങ്ങിയവരാണ് പരിഗണിക്കപ്പെടുന്നത്. കേരള കോൺഗ്രസ് 2 മന്ത്രിമാരെ ചോദിക്കുമെങ്കിലും ഒരു മന്ത്രിസ്ഥാനത്തിനും ഡെപ്യൂട്ടി സ്പീക്കർ അല്ലെങ്കിൽ ചീഫ് വിപ്പ് സ്ഥാനത്തിനുമാകും സാധ്യത. മോൻസ് ജോസഫ്, തോമസ് ഉണ്ണിയാടൻ, അപ്പു ജോൺ ജോസഫ് എന്നിവർക്കാണ് സാധ്യത. RSPയിലെ ഷിബു ബേബി ജോണും കേരള കോൺഗ്രസിലെ അനൂപ് ജേക്കബും മന്ത്രിമാരായേക്കും. മറ്റു കക്ഷികളിൽ നിന്ന് CP ജോൺ, മാണി C കാപ്പൻ എന്നിവർ മന്ത്രിമാരായേക്കും.